ചെറുപ്പ സാധ്യതങ്ങളെ എല്ലാം പുറത്തേക്ക് ഇപ്പൊ ചാടി ഇറങ്ങാണ്ട് കേട്ടോ അതൊക്കെ നിന്റെ സാധനം ചവിട്ടി കളിക്കലൊക്കെ എങ്ങനെയാ സൈക്കിൾ കാക്ക് കൂറിയാണോ വെള്ള കളർ ഓ അതിന്റെ പെയിന്റ് പോയതല്ലേ വ്ളോഗ്. ഇത്ര ദിവസം ഞാൻ ഇതിലായിട്ട് ഈ സൈക്കിൾ എടുത്തിട്ടില്ല. ഇപ്പോൾ ഉണ്ടല്ലോ ഈ സൈക്കിൾ നന്നാക്കിയിട്ട് ചെറുങ്ങനെങ്കിലും ഓട്ട് ചെയ്യാൻ പറ്റുമോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് ഈ സൈക്കിൾ കാണുമ്പോൾ നൊസ്റ്റാൾജി വല്ല ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ട്രൈ ആണ്. ശരിയാവുമെന്ന് തോന്നുന്നു അറിയില്ല. നമുക്കതിൽ നോക്കി നോക്കാം. ശരിയാവണമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കി എടുക്കാൻ പറ്റുമോ നോക്കി നോക്കാം. ബ്രേക്ക് നാശമായിട്ടുണ്ട്. ഇതുണ്ടോ ഫ്രണ്ട് ബ്രേക്കാണോ ബാക്കത്തെ ബ്രേക്കാണോ നാശമായെന്ന് ക്ലിയർ ആയിട്ട് പിടികിട്ടിയിട്ടില്ല. എന്താ വേണ്ടേ ചുറ്റിക അപ്പുറത്ത് വെട്ടാത്തി ഉണ്ട് ആ റൂമിൽ. അത് നോക്കി നോക്ക്. ചുറ്റിക ഇവിടെ അല്ല അവിടെ അല്ല അകത്ത് റൂമിൽ അല്ലെങ്കിൽ അടുക്കളയിൽ നോക്കി ഏതോ ഒരു വലിയ തടിയുള്ള വെട്ടാത്തി ഉണ്ട്. നീ ഇങ്ങോട്ടേ പോണേ. ഈ റൂമൊക്കെ ഞാൻ പറഞ്ഞേ ഈ റൂമൊക്കെയല്ല ഇതിൻ്റെ ആ ബാക്കിലുള്ള റൂമൊക്കെ ഈ ഭാഗം മുഴുവനും കറങ്ങുന്നുണ്ട്. കണ്ടോ അപ്പുറം ഇപ്പുറം ഒരേപോലെ കറങ്ങുന്നുണ്ട്. അതാണ് കുഴപ്പം. അങ്ങോട്ട് വടച്ചങ്ങ് എടുത്താൽ കത്തിയുടെ കിട്ടിയില്ലേ കടത്ത് സ്റ്റാൻഡൊന്നും തട്ടിയില്ല. നീ അതൊക്കെ ശ്രദ്ധിക്കണ്ടേ നീ എന്താ. ഓക്കെ നമ്മള് ഇവിടെ കിങ്ങിണീൻ്റെ പഴയ സൈക്കിൾ കേട്ടോ. അതിലുണ്ട് ഇതേപോലത്തെ നല്ല നല്ല വീലുണ്ട്. കമ്പി ആ കമ്പീൻ്റെ ശരിക്കും പേര് എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയില്ല. കിങ്ങിണീൻ്റെ സൈക്കിൾ അവിടെ നിന്ന് ഇറക്കണേ. കിങ്ങിണി അറിയാം ടയറ് പഞ്ചറല്ല കാറ്റ് പോകുന്നുണ്ട് അതാ പ്രശ്നമെന്ന്. ഇങ്ങനത്തെ ഓരോരോ വെഗിളിക്കാണല്ലോ സൈക്കിൾ മേടിച്ചിട്ട്. അതായത് എൻ്റെ ബാക്കിൽ ടയർ ബെൻഡാണ്. എൻ്റെ ബാക്ക് ടയർ വീലാശയം കൊണ്ടാണ്. നീ എൻ്റെ സൈക്കിളിനെ കുറ്റം പറയാക്കണേ. ഇതിപ്പോ എന്തിനു പറ്റുക മോളെ. എന്റെ ചീറ്റ പുലിയാണ്. ചീറ്റ പുലിയത്. നിന്റെ സാധനം ചവിട്ടി കളിക്കലൊക്കെ എങ്ങനെയാ എന്നെങ്ങാട് ഇല്ല ഡബിൾ വെച്ച് പോകാൻ പറ്റൂടേ. സാധനം മേടിച്ചോണ്ടെന്ന കയ്യില് അവിടെ വെക്കണ്ടത്. എന്റെ ഹാൻഡിൽ വളഞ്ഞ് നടക്കാണല്ലോ. അതാര് ചരട് കെട്ടി വെച്ചിക്കണ്. എന്റെ ബ്രേക്ക് കാക്ക് കൂറിയാണോ വെള്ള കളർ ഓ അതിന്റെ പെയിന്റ് പോയതല്ലേ. മോട്ടയില്ല എന്താ പോയപ്പോ അതൊന്നും ഒരിക്കലേട്ടോ എണ്ണ വെച്ചിട്ടല്ലോ പറഞ്ഞു പോയിക്കണ്. ജിമ്മി എൻ്റെ പണ്ടത്തെ എന്തെങ്കിലും പേരെന്താ പമ്പ് എൻ്റെ പണ്ടത്തെ ചെറുപ്പത്തെ സാധ്യതങ്ങളെ എല്ലാം പുറത്തേക്ക് ഇപ്പോൾ ചാടി ഇറങ്ങാണ്ട് കേട്ടോ. അതൊക്കെ വല്ലതും തുരുമ്പിടിച്ചിട്ട് ഇപ്പോൾ സമയം കുറേ ആയിട്ടുണ്ട്. ഞങ്ങൾ ചെയ്തത് എന്താ വെച്ചാൽ ഈ ടയറില്ല കിങ്ങിണീൻ്റെ സൈക്കിളിലത്തെ ടയർ എൻ്റെ സൈക്കിളിൻ്റെ ബാക്കിൽ എടുത്തിട്ടിരിക്കണം. ഇതിലത്തെ ടയർ അവിടെ ഇവിടെയൊക്കെ മുറിയാവും ചിത്തോ. പിന്നെ ബാത്റൂം പോകാൻ ഇരിക്കാനൊന്നും പറ്റൂല. അവിടെ കുറ്റി വല്ലതും ഉണ്ടാവും. കണ്ടോ കിങ്ങിണീൻ്റെ ബാക്ക് ടയർ എൻ്റെ ബാക്കിലേക്ക് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ സാധനമാണ് ഒന്നും സ്റ്റക്കായി കിടക്കുന്നത്. അതിൽ എണ്ണ ഒഴിച്ച് നോക്ക്. തീരെ ആ അത്രയല്ല ഫ്രണ്ടോട്ട് വെച്ചോക്ക്. ഇനി നമ്മളെ ചെയിന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ആകെ ചെയ്യാനുള്ളത് വെച്ചിട്ട് ഒന്നും റെഡി ആവണില്ല. ഇതാണോ കുറേ കത്തിയെടുത്ത് അടിച്ചു നോക്കി എന്ത് ചെയ്ത് നോക്കുന്നു ഒന്നും റെഡി ആവില്ല. പുറത്ത് ഇതും കൂടി സെറ്റ് ആക്കിയിട്ട് ഓടിക്കാൻ പറ്റുമോ നോക്കി നോക്കാം. ബ്രേക്കില്ല ബാക്കിൽ. ഇപ്പോൾ സമയം 7:20 ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സൈക്കിളിലെ പരിപാടി കഴിഞ്ഞില്ല. ഞങ്ങൾ ഫ്രണ്ട് ടയറിൽ കാറ്റടിക്കാൻ നോക്കിയിട്ട് പറ്റണില്ല. അവിടുത്തെ മറ്റേ സാധനം എന്തൊക്കെയോ സാധനങ്ങൾ അതൊക്കെ എന്തൊക്കെയോ ആയിട്ടുണ്ട്. ബാക്ക് ടയർ കാറ്റടിച്ച് സെറ്റ് ആയിട്ടുണ്ട്. അത് വേറെ ആ സൈക്കിളിലെ ടയർ. ഇനി ഇതിൻ്റെ ആണ് സെറ്റ് ആവാത്ത അത് കിട്ടോ മറ്റേ കിട്ടോ അങ്ങനെ വെറുതെ ഇടല്ലേ. ഇതിടാതെ ഇട്ട് പോട്ടാ. വണ്ടീൻ്റെ അധികം പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ടയർ 2 സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും കാറ്റ് പോകുന്നുണ്ട്. ഇപ്പം എന്ത് ചെയ്യുക നമുക്ക് ഈ സൈക്കിൾ എടുത്തിട്ട് നേരെ കുറച്ച് അങ്ങോട്ട് ഓടിച്ചിട്ട് കൊണ്ടുവരാം ഈ രാത്രി കേട്ടോ. ഞാൻ ഷർട്ടൊന്നും എങ്ങനെ അങ്ങോട്ട് പോയിട്ട് വരാം. സീറ്റ് ആദ്യം വെക്കാണ്ട് ഞാൻ ഒന്ന് കഴുകി വെച്ചോ. സീറ്റ് അകത്തേക്ക് എടുത്ത് വെച്ച് നാശാണ്ട് വിചാരിച്ചിട്ട് ഇവിടെ ഓടിക്കണ്ട. ഇവിടെ ഓടിക്കണ്ട. പോകും വേണ്ട കൺട്രോൾ കിട്ടൂല. നീ കേട്ടോ നോക്കിയില്ല സ്ഥലം കണ്ടിട്ടോ പവറാണ്.
ഉണ്ടാച്ചു എവിടെ പൈതല പോയിട്ട് ചവിട്ടാൻ കിട്ടില്ല. ഒരുമാതിരി സൈക്കിളിൽ ടയറിൽ കാറ്റടിക്കില്ലാത്തതുകൊണ്ട്. കാറ്റിന് പിന്നെ കൊന്നാലും കുഴപ്പമില്ല. സ്പീഡിൽ വരായിരുന്നു. സ്പീഡിൽ വരാൻ പറ്റില്ല, കൺട്രോളും ചെയ്യാൻ പറ്റില്ല. അത്യായിട്ട് ചോര കണ്ടോ നടുവേരിൽ ഉണ്ടോ? അത് തോട്ടിക്കൊന്നും ഇടില്ല കേട്ടോ. പട്ടിക്ക് ഓടി ഇപ്പൊ കമ്പി ചെക്ക വരച്ചിട്ടേനെ. ലൈവല്ല 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 പിടിച്ചോ. നീ കൊണ്ടോട്ടെ ട്രെമ്മിൻ്റെ സൈഡിൽ അങ്ങോട്ട് ചാരി വെച്ചോ. എന്തായാലും ഫ്രണ്ടിലത്തെ ടയർ മാത്രം സെറ്റ് ആയില്ല. അത് കുറച്ച് ബോറായിട്ടുണ്ട്. ബാക്ക് ടയർ എന്നാലും കുഴപ്പമില്ല, കാറ്റ് കുറയില്ലായിരുന്നു. അപ്പോൾ സൈക്കിളിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. കുറേ പാടുപെട്ട് കുറേ മുറിയായി കയ്യിലും കാലിലൊക്കെ. കാലും കൊണ്ട് കടിച്ച് ഇതൊക്കെ ആക്കിയിട്ടാണ് ഇതിൻ്റെ സ്ക്രൂവും ഓരോ സാധനങ്ങളൊക്കെ ഊരിയതൊക്കെ. നാളെ നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ നമുക്ക് പോയി സൈക്കിൾ റെഡിയാക്കാൻ പറ്റുക. പക്ഷേ പറ്റല്ല, സൈക്കിൾ റെഡിയാക്കാൻ പോകട്ടോ. അപ്പം എന്ത് ചെയ്യാം, നമ്മളെ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ.